ഇന്നത്തെ നമ്മളുടെ പഠനത്തിന് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ 16 മുതലുള്ള ഭാഗം നമുക്ക് നോക്കാം. മാത്യു ചാപ്റ്റർ 19 and verse number 16. Just then a man came up to Jesus and asked, "Teacher, what good thing must I do to get eternal life?" "Why do you ask me about what is good?" Jesus replied, "There is only one who is good. If you want to enter life, keep the commandments." "Which ones?" he inquired. Jesus replied, "You shall not murder. You shall not commit adultery. You shall not steal. You shall not give false testimony. Honor your father and mother, and love your neighbor as yourself." അത്രയും ഭാഗം എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് വായിക്കാം. അനന്തരം ഒരുത്തൻ വന്നവനോട്, "ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം?" എന്ന് ചോദിച്ചതിന് അവൻ, "എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക" എന്ന് അവനോട് പറഞ്ഞു. ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, "കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്നു പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, "ഇവ ഒക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത്?" എന്ന് പറഞ്ഞു. Verse number 20, "All these I have kept." The young man said, "What do I still lack?" 21, Jesus answered, "If you want to be perfect, go sell your possessions and give it to the poor, and you will have treasure in heaven. Then come, follow me." When the young man heard this, he went away sad, because he had great wealth. യേശു ഉത്തരം പറഞ്ഞു, "സൽഗുണപൂർണ്ണനാവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പോയി നിന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക." ആ യുവാവ് വളരെ സമ്പത്തുള്ളവനായിരുന്നത് കൊണ്ട് ഇത് കേട്ട് ദുഃഖിതനായി അവിടം വിട്ടുപോയി. ഈ ഒരു ഭാഗം പലരും ഇതിനു മുമ്പ് ശ്രദ്ധിച്ചു കാണും. പല തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്നൊരു ഭാഗം കൂടിയാണിത്. യേശുവിൻ്റെ അടുക്കൽ ഈ സമയത്ത് വരുന്നത് വളരെ ധനികനായ ഒരു മനുഷ്യനാണ്. ധനികനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം 16-ാം വചനത്തിൽ നമ്മൾ കാണുന്ന, "ടീച്ചർ, വാട്ട് ഗുഡ് തിങ് മസ്റ്റ് ഐ ഡു ടു ഗെറ്റ് ഇറ്റേണൽ ലൈഫ്?" നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്നാണ് അവൻ ചോദിക്കുന്നത്. ഉത്തരം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് നീ നന്മയെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. അന്നത്തെ രീതിയിൽ യേശു വന്ന് മരിച്ചിട്ടില്ല, രക്ഷയുടെ പ്രവർത്തികൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ടില്ല. ആ സമയത്ത് ന്യായപ്രമാണത്തിന് കീഴിൽ നിൽക്കുന്ന ആ മനുഷ്യനോട് പറയുകയാണ്, നീ കൽപ്പനകൾ പ്രമാണിക്കുക. ഏത് കൽപ്പന? ഒത്തിരി കൽപ്പന ഉണ്ടല്ലോ, 613ഓളം പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയും. ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? സാധാരണ 10 കൽപ്പനയിലുള്ള ഭാഗങ്ങളാണ്. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അടുത്തതായി അപ്പനമ്മയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. 10 കൽപ്പനകളുടെ ഒരു ക്രോഡീകരണം കൊടുക്കുന്നു. 20-ാമത്തെ വചനത്തിൽ, "ഇവ ഒക്കെ ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളതെന്ത്?" അതിൻ്റെ അർത്ഥം കഴിയുന്നത്ര ദൈവഭയത്തിൽ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഭക്തനാണ്, വളരെ നന്നായി വചനം പഠിച്ചിട്ടുണ്ട്, പാലിക്കുവാൻ ശ്രമിക്കുന്നു. ഇനി എന്താണ് എനിക്ക് കുറവുള്ളത്? ആ 21-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്, സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇവിടെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. ഇത് വായിക്കുമ്പോൾ ഒത്തിരി പേരുടെ ചിന്ത, നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് യേശുവിൻ്റെ പിന്നാലെ പോകണം. അത് ശരിയാണ്. എല്ലാവരും വിറ്റ് യേശുവിന് കൊടുത്തു പോയാൽ എല്ലാവരും കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ വരുമോ? എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായി പിന്നെ സ്വർഗത്തിൽ കടക്കുവാൻ, നിത്യജീവനിൽ കടക്കുവാൻ കഴിയുള്ളൂ.
ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ചോദ്യമാണ്. ഉത്തരം, there is something called the principal sin in everyone's life. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മുഖ്യമായൊരു പാപം ഉണ്ടായിരിക്കും. ഒത്തിരി പാപങ്ങൾ ചെയ്യുന്നവരാണ് എല്ലാവരും. പക്ഷെ അതിൽ പ്രധാനമായ ഒരു പാപം കാണും. അവിടെയാണ് കർത്താവ് പിടികൂടുന്നത്. സാധാരണ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതെങ്കിലും ഒരാൾ വിശ്വാസത്തിൽ വന്ന ശേഷം കുറച്ച് നാൾ പിന്മാറ്റത്തിൽ പോയാൽ മെയിൻലി അയാൾ മടങ്ങുന്നത് ആ പ്രിൻസിപ്പിൾ സിന്നിലേക്കായിരിക്കും. പ്രധാനപ്പെട്ട പാവം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, മദ്യപിക്കുന്ന ഒരാൾ വിശ്വാസത്തിൽ വന്നു, ഒരല്പം എന്തെങ്കിലും മനപ്രയാസം ഉണ്ടായി, ചർച്ചിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് വിഷയം ഉണ്ടായി, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി, മടുപ്പുണ്ടായി, അവിശ്വാസം വന്നു, പുറത്തു പോയാൽ അയാൾക്കുള്ള ആദ്യത്തെ പ്രലോഭനം എന്താണ്? മദ്യപിക്കുക. സെക്ഷൽ സിന്നിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിലും കർത്താവിലേക്ക് വന്നു, ശുദ്ധീകരണം പ്രാപിച്ചു, പക്ഷെ ഒരല്പം പിന്മാറ്റത്തിലേക്ക് പോയാൽ അയാൾക്കുള്ള ടെംപ്റ്റേഷൻ ഫസ്റ്റ് എന്തായിരിക്കും? ആ പാപമായിരിക്കും. ഇതിനെയാണ് പ്രിൻസിപ്പൽ സിൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും കാര്യങ്ങളൊക്കെ, കൽപ്പനകളൊക്കെ അനുസരിച്ച് മാക്സിമം നല്ലവനായി ജീവിക്കുവാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അങ്ങനെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, മോശക്കാരനല്ല. കയ്യിൽ കാശുള്ളവനാണെങ്കിൽ പോലും മഹാപാവങ്ങളിലേക്ക് ഒന്നും ആ മനുഷ്യൻ പോകുന്നില്ല, ദൈവഭയത്തോടെ ജീവിക്കുന്നവനാണ്. പക്ഷേ ആർക്കെങ്കിലും പറയാം അദ്ദേഹത്തിൻ്റെ പ്രധാന പാപം എന്തായിരുന്നു? മെറ്റീരിയലിസം എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തു, പണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ധനമാണ് ദൈവത്തിനെതിരെ മത്സരിക്കുവാൻ ഭൂമിയിൽ കഴിവുള്ള ഒന്ന്. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ മാമോൻ അല്ലെങ്കിൽ പണത്തിന് സാധിക്കും. അതുകൊണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ വന്ന് അനുഗമിക്കുക എന്നുള്ളത് ഭൂമിയിലുള്ള എല്ലാവർക്കുമുള്ള കൽപ്പനയല്ല, പർട്ടിക്കുലർലി ആ മനുഷ്യനോടുള്ള ഒരു ദൂതായിരുന്നു. എല്ലാവരോടും അങ്ങനെ പറഞ്ഞു? നോ. യേശുവിൻ്റെ അടുക്കൽ എത്രയോ പേർ വന്നു. നിക്കോദേമസിനോട് ഇത് പറഞ്ഞു. അദ്ദേഹം ഒത്തിരി റിച്ചായിരുന്നു. ഹി വാസ് എ വെരി റിച്ച് മാൻ. സാൻഹെഡ്രിൻ സംഘത്തിലുള്ള ആളാണ്, പ്രമാണിയാണ്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവ് എല്ലാം വിറ്റിട്ട് നീ എൻ്റെ അടുക്കൽ വാ, എന്നാൽ ദൈവരാജ്യത്തിൽ കയറുമെന്നല്ല പറഞ്ഞത്. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന് എല്ലാവരും ഹൃദയത്തിലേക്ക് നോക്കാൻ കഴിയും. നോക്കുമ്പോൾ ആ മനുഷ്യന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന പാപം എന്താണ്? വിലങ്ങ് തടിയായി നിൽക്കുന്ന പാപം എന്താണ്? അതാണ് കർത്താവ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ മനുഷ്യൻ ചെയ്തത് എല്ലാം വിറ്റിട്ട് കൊടുത്ത് അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനം കേട്ടിട്ട് സന്തോഷിച്ച് അവൻ അനുഗമിച്ചു. ആണോ? ദുഃഖിച്ച് പോയി കളഞ്ഞു. കർത്താവിനെ ഫോളോ ചെയ്യാൻ കിട്ടിയ അവസരം കളഞ്ഞു. ഈ മനുഷ്യനൊരു വലിയ മണ്ടനാണ്. കാരണം എന്താ? ഇനി അഥവാ കർത്താവ് പറയുകയാണ് നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ, ദരിദ്രർക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ, ദൈവകൽപ്പനയാണ് അനുസരിക്കുന്നതെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് തന്നെ 100 മടങ്ങ് തരാമെന്ന് ഒരു വാഗ്ദത്തം കൂടി ഉണ്ട്. അതും കൂടി വിശ്വസിച്ചാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ വീണ്ടും അദ്ദേഹത്തെ കർത്താവ് 100 മടങ്ങ് അനുഗ്രഹിച്ചേനെ. വലിയൊരു നഷ്ടമാണ് അവിടെ വന്നത്. ആ രീതിയിലും കർത്താവിന് ചെയ്യാം. ഓക്കെ, മത്തായി എഴുതിയ സുവിശേഷം 27:57 വചനം. മാത്യു 27:57. As evening approached, there came a rich man from Arimathea named Joseph, who had himself become a disciple of Jesus. സന്ധ്യയായപ്പോൾ അരിമഥ്യക്കാരനായ യോസഫ് എന്ന ധനവാൻ താനും യേശുവിന് ശിഷ്യനായിരിക്കാൻ വന്നു. ഇതാരാണ്? അരിമഥ്യക്കാരനായ യോസഫ്. അദ്ദേഹത്തിൻ്റെ കല്ലറയിലാണ് യേശുവിൻ്റെ ശവശരീരം വെച്ചത്. ഓർമ്മയുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അരിമഥ്യക്കാരനായ യോസഫ് എന്ന ഉറക്കെ താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ. അപ്പം ധനവാന്മാർക്ക്
യേശുവിൻ്റെ ശിഷ്യനാകാൻ കഴിയുമോ? യെസ്. അരിമത്തിക്കാരൻ യോസഫിനോട് കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് വാ, പറഞ്ഞോ? നോ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ യൗവനക്കാരനെ നീരാളി പോലെ പിടിച്ചിരുന്ന ഒന്ന് പണമാണ്, ധനമാണ്. അത് കർത്താവ് കണ്ടതുകൊണ്ടാണ് അതിൽ നിന്നൊരു റിലീസ് കിട്ടിയെങ്കിൽ മാത്രമേ 2 യജമാനന്മാരെ സേവിക്കാതെ ഒരു യജമാനെ സേവിക്കാൻ കഴിയും. പുറമേ നമുക്ക് പല കൽപ്പനകളും പാലിച്ച് ഭക്തി നടിക്കാൻ കഴിയും. പക്ഷേ യേശു കർത്താവ് അകക്കാമ്പിലേക്ക് നോക്കുമ്പോൾ കുറവുകൾ അവന് വെളിപ്പെടും. സകലം അവൻ്റെ കണ്ണിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്ന എബ്രായ ലേഖനം 4:13 നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായി അദ്ദേഹത്തോടുള്ള ഒരു ദൂതായിരുന്നു. അടുത്തൊരു ചോദ്യം, ഇതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ളൊരു ദൂതാണ്. എന്ന് വെച്ചാൽ ദൈവത്തേക്കാൾ ഉപരിയായി ധനത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇത് ചെയ്യേണ്ടി വരും. കാരണം എങ്കിൽ മാത്രമേ അതിൽ നിന്നൊരു വിടുതൽ കിട്ടൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കൽപ്പനകളും പാലിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം എന്താകുന്നില്ല, സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. വാസ്തവത്തിൽ പറഞ്ഞാൽ എല്ലാ കൽപ്പനകളും പാലിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. ഇദ്ദേഹം പല കൽപ്പനകളും പാലിച്ചെങ്കിൽ ഒന്നാമത്തെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ യഹോവയെ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ക്രോഡീകരണം എടുത്ത് നോക്കിയാൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ ഇവിടെ? നോ. അതുകൊണ്ട് കൽപ്പനകളെല്ലാം പാലിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ ധനത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ കൽപ്പനാ ലംഘനം ഒന്നാമത് തന്നെ ഉണ്ടായി. അതുകൊണ്ട് അവന് പോകുവാൻ സാധ്യമല്ല. അടുത്തത്, യുവർ റിച്ച് വിൽ നോട്ട് ടേക്ക് യു ടു ഹെവൻ. ആദ്യം നമ്മൾ കാണുന്നത് ട്രൈങ് ടു ഒബേ ദ കമാൻഡ്മെൻറ്റ്സ് വിൽ നോട്ട് ടേക്ക് യു ടു ഹെവൻ. എല്ലാ കൽപ്പനകളും പാലിക്കുവാനുള്ള ശ്രമം നടത്തിയാൽ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. കാരണം എല്ലാ കൽപ്പനകളും പാലിക്കുവാൻ യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല, ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല യേശുവിനല്ലാതെ. ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നിവൃത്തിയാക്കിയത് യേശു മാത്രമാണ്. രണ്ടാമത് നമ്മളിവിടെ കാണുന്നത് യുവർ റിച്ചസ് വിൽ നോട്ട് ടേക്ക് യു ടു ഹെവൻ. നിൻ്റെ പണമുള്ളത് കൊണ്ട് സ്വർഗത്തിൽ പോകാം എന്ന് വിചാരിക്കരുത്. നമ്പർ 3, യുവർ പോവർട്ടി വിൽ നോട്ട് ടേക്ക് യു ടു ഹെവൻ. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം, ദരിദ്രനായിട്ട് ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകാമോ? ദാരിദ്ര്യം സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. ഇവിടെ നോക്കിയാൽ ഇവനോടെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരാണ് ചാരിറ്റി, ജീവകാരുണ്യ പ്രവൃത്തികൾ. സെല്ലിംഗ് യുവർ പൊസഷൻസ് ആൻഡ് ഗിവിംഗ് ഔട്ട് ടു ദ പുവർ ഈസ് ചാരിറ്റി. ചാരിറ്റി വിൽ നോട്ട് ടേക്ക് യു ടു ഹെവൻ. ജീവകാരുണ്യങ്ങൾ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആരും വിചാരിക്കേണ്ട. യഥാർത്ഥ നിത്യജീവൻ കിട്ടുന്നത് പുത്രനിൽ വിശ്വസിക്കുമ്പോഴാണ്. പിതാവായ ദൈവം, ഏകസത്യദൈവമായ കർത്താവിനെ അറിയുന്നതും അവൻ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതുമാണ് നമുക്ക് നിത്യജീവനെ കൊണ്ടുവരുന്നത്. ഈ മനുഷ്യനെ നമ്മൾ പഠിച്ചാൽ ഹി വാസ് റിച്ച് ബട്ട് ഹി വാസ് റോങ്. ധനികനാണ്, പക്ഷേ എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റി. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തല്ലോ. അതുപോലെ ഏകദേശം ഈക്വലായ ഒരു ഭാഗ്യമാണ് ഇവന് കിട്ടിയത്. 12 പേരും എല്ലാം വിട്ട് യേശുവിൻ്റെ പുറകെ പോയി. അവരുടെ ഫ്യൂച്ചർ മാറിയത് കണ്ടോ? അവർ ലോകരാഷ്ട്രങ്ങളിൽ പോയി യേശുവിൻ്റെ സാക്ഷിയായി, പലരും രക്തസാക്ഷിയായി. പക്ഷേ അപ്പസ്തോലിക സഭയ്ക്ക് അടിസ്ഥാനമിടാൻ അവരെ കർത്താവ് ഉപയോഗിച്ചു. ഈ മനുഷ്യനൊരു വലിയ ശുശ്രൂഷ കർത്താവ് വാഗ്ദത്തം ചെയ്തിരുന്നു, അതവൻ നഷ്ടമാക്കി. നമുക്കിന്ന് പ്രഭാതത്തിലൊന്ന് ചിന്തിക്കാം. നമ്മെയും യേശുവിനെ അനുഗമിക്കുന്നതിൽ നിന്നും പിടിച്ചു വയ്ക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ജോലിയാണോ? കുടുംബമാണോ? സോഷ്യൽ സ്റ്റേറ്റസ് ആണോ? ഫ്രണ്ട്ഷിപ്സ് ആണോ? ഏതെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ എന്നെ അനുഗമിക്കാമെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവിൻ്റെ പുറകെ പോകുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? അത് കണ്ടുപിടിക്കുന്നതല്ല. ഇല്ലെങ്കിൽ ഇതുപോലെ ദുഃഖിച്ച് പൊക്കളഞ്ഞു എന്നതുപോലെ എത്രയോ പേർ വന്ന് വചനം കേൾക്കുന്നു. ബ്ലെസ്സിങ് ടുഡേയിലൂടെ എത്ര പേർ വചനം കേൾക്കുന്നു. പക്ഷേ അനുഗമിക്കുവാനുള്ള വിളി എല്ലാവർക്കും കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പലരും ദുഃഖിച്ച് പൊക്കളയുന്നു. ഈ മനുഷ്യൻ, ഈ റിച്ച് മാൻ, ഹി കെയിം ടു ദ റൈറ്റ് പേഴ്സൺ. ആരുടെ അടുക്കലാണ് വന്നത്?
ശരിയായ വ്യക്തിയുടെ അടുക്കൽ തന്നെയാണ് വന്നത്. യേശുവിനെ കാണാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ഹി കെയിം ടു ജീസസ് ഹു കുഡ് ടെൽ ഹിം ദ വേ ടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുവാൻ യഥാർത്ഥ ഗുരുവിൻ്റെ അടുക്കൽ തന്നെയാണ് അവൻ വന്നത്. അടുത്തത്, ഹി ആസ്ക്ഡ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ശരിക്കുള്ള ചോദ്യം തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. ചോദ്യത്തിൽ വല്ല തെറ്റുണ്ടോ? ദൈവരാജ്യത്തിൽ കടക്കുവാൻ, നിത്യജീവനെ കിട്ടുവാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യവും കറക്റ്റാണ്. കൃത്യമായി അവൻ ചോദിച്ചു, വാട്ട് ഗുഡ് തിങ് ഷാൽ ഐ ഡു ദാറ്റ് ഐ മേ ഹാവ് ഇറ്റേണൽ ലൈഫ്. നിത്യജീവൻ കിട്ടുവാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? വാട്ട് ഡു ഐ സ്റ്റിൽ ലാക്ക്? അടുത്തൊരു ചോദ്യം, കൽപ്പനകൾ ഇന്നതൊക്കെ പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം, ഇനി എന്താണ് എനിക്ക് കുറവുള്ളത്? അതും കറക്റ്റ് ചോദ്യമാണ്. ഹി സെറ്റൻലി റിസീവ് ദ റൈറ്റ് ആൻസേഴ്സ്. അതിനുശേഷമല്ല, കർത്താവിൽ നിന്നും ശരിയായ ഉത്തരങ്ങളും തനിക്ക് കിട്ടി. ശരിയല്ലേ? എന്തായിരുന്നു ഉത്തരം? ഇഫ് യു വാണ്ട് ടു എൻറ്റർ ഇൻ ടു ലൈഫ് കീപ് ദ കമാൻഡ്മെൻറ്റ്സ്. ആദ്യം പറഞ്ഞു കൽപ്പനകളെ പാലിക്കുക. ഇന്നാണെങ്കിൽ കർത്താവ് അത് പറയില്ല. അന്ന് ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു കാലമായിരുന്നത് കൊണ്ടാണ് കൽപ്പനകളെ പാലിക്കാൻ പറഞ്ഞത്. ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ് ഗോ ആൻഡ് സെൽ യുവർ പൊസഷൻസ് ഗിവ് ടു ദ പൂർ ആൻഡ് കം ഫോളോ മീ. അതും കൃത്യമായ ഉത്തരമാണ് തനിക്ക് ലഭിച്ചത്. അപ്പോൾ ഇവിടെ നോക്കി, ശരിയായ ആളുടെ അടുക്കൽ വന്നു, ശരിയായ ചോദ്യങ്ങൾ ചോദിച്ചു, ശരിയായ ഉത്തരവും കിട്ടി. പക്ഷേ the decision he made was wrong. അവസാനം എന്താ സംഭവിച്ചത്? തെറ്റായ ഒരു തീരുമാനം എടുത്തു. എന്താണ് അദ്ദേഹം എടുത്ത തെറ്റായ തീരുമാനം? എനിക്ക് യേശുവിനെ അനുഗമിക്കേണ്ട, എൻ്റെ സമ്പത്തൊന്നും വിടാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ അർത്ഥം, സമ്പത്ത് വിട്ടാലും തുടർന്നുള്ള തൻ്റെ ജീവിതത്തെ മുഴുവൻ പുലർത്തുവാൻ ദൈവം ശക്തനാണ് എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായില്ല. ഇവിടെ അദ്ദേഹത്തിന് വിശ്വാസക്കുറവുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിയുമോ? വിശ്വാസക്കുറവ് വന്ന് കർത്താവിൽ നിന്ന് പിന്മാറുമോ? അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങൾ, ഇനിയുള്ള ഭാവി ജീവിതം മുഴുവൻ യേശു എന്നെ നടത്തും എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമോ? അദ്ദേഹം ദുഃഖിച്ച് പൊക്കളഞ്ഞു. ആ കൂട്ടത്തിൽ നമ്മൾ പെടരുത്. ശിഷ്ടായുസ് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുവാനുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്ത ഭാഗത്തേക്ക് വരാം. വേഴ്സ് നമ്പർ 23. Then Jesus said to his disciples, truly I tell you, it's hard for someone who is rich to enter the kingdom of heaven. വായിക്കാമോ? യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അടുത്ത ഒരു വലിയ കീറാമുട്ടിയാണിത്. സ്വർഗരാജ്യത്തിൽ ധനവാൻ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് കർത്താവ് പറഞ്ഞു. ഇനിയുള്ള ഭാഗങ്ങൾ കൂടെ വായിച്ച ശേഷം അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. 24. Again I tell you, it's easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. 24 വചനം വായിക്കാമോ? ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 25. When the disciples heard this, they were greatly astonished and asked, who then can be saved? 25. ഇത് കേട്ട് ശിഷ്യന്മാർ അത്യന്തം ആശ്ചര്യഭരിതരായി, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. 26, verse number 26. Jesus looked at them and said, with man this is impossible, but with God all things are possible. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലതും സാധ്യമത്രേ. എൻ്റെ കൺക്ലൂഷൻ ഇതാണ്. കർത്താവ് പറയുന്നത്, ധനവാന്മാർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് പ്രയാസമാണ്. പോകില്ല എന്ന് പറഞ്ഞു, അസാധ്യമാണെന്ന് പറഞ്ഞു. നോ, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഇറ്റ്സ് നോട്ട് ഇംപോസിബിൾ, ഇറ്റ്സ് ഡിഫിക്കൾട്ട്. യേശുവിൻ്റെ കാലത്തും അതിനു മുൻപും അതിന് ശേഷവും ഒത്തിരി ധനികർ യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് നേരെ ചൊവ്വേ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധനവാന്മാർ ഒരിക്കലും പോകില്ല, ദരിദ്രർ മാത്രമേ പോകൂ എന്ന് യേശു പറഞ്ഞിട്ടില്ല. പക്ഷേ പല നിലകളിലും അത് ഡിഫിക്കൽട്ടായി മാറാൻ സാധ്യതയുണ്ട്. അത് വാസ്തവമാണ്. അത് നമുക്ക് നോക്കാം. കർത്താവ് പറഞ്ഞ
ഏറ്റവും ശക്തമായൊരു പോയിന്റ് ഇതാണ്. ഇറ്റ്സ് ഈസിയർ ഫോർ എ ക്യാമൽ ടു ഗോ ത്രൂ ദ ഐ ഓഫ് എ നീഡിൽ. ഒരു സൂചിക്കുഴയിലൂടെ ഒട്ടകം കടക്കുന്നത് പോലെ. ഇതൊരു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നൊരു ചൊല്ലായിരുന്നു, ഇതൊരു പ്രയോഗമായിരുന്നു. അന്നത്തെ കാലത്തൊരു പ്രയോഗമാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന പോലെയാണ്. സംസാരത്തിൽ അവർ പറയും ഒട്ടകം സൂചിക്കുഴയിൽ കിടക്കുന്ന പോലെ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇറ്റ് ഈസ് സോ ഡിഫിക്കൾട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഈ ഭാഷാ പ്രയോഗത്തിന് നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഹൈപ്പർബലി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, എ വേ ഓഫ് സ്പീക്കിംഗ് or writing that makes something sound better, more exciting, more dangerous, etc. സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി അതിനെ എക്സാജറേറ്റ് ചെയ്ത്, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി, അതിൻ്റെ അർത്ഥം ശരിയായ നിലയിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒന്നാണ്, ഒരു ഭാഷാ പ്രയോഗമാണ്. ഭയങ്കരമായൊരു കാര്യം പറഞ്ഞ് അതിന് ഒരു സ്ട്രെസ് കൊണ്ടുവരിക, ഒരു ഭയങ്കരമായ അതിനെ ഹൈലൈറ്റ് ചെയ്യുക. ജീസസ് വേർഡ്സ് റിഫ്ലക്റ്റ് an ancient figure of speech for the impossible, for the most difficult thing. ഇതാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് പണം ഒരാൾക്ക് വിലങ്ങുതടിയായി മാറുന്നത്? നമ്പർ 1, the absorbing interest of riches. ധനം ഭയങ്കരമായി ആകർഷിക്കും, അല്ലെങ്കിൽ ധനത്തോട് അതിഭയങ്കരമായ പ്രതിപത്തി പലർക്കും ഉണ്ടാകും. അതാണ് ഒന്നാമത്തെ കാരണം. ധനം എന്തുകൊണ്ട് ഒരു മനുഷ്യന് വിലങ്ങുതടിയായി മാറുന്നു? ദ അബ്സോർബിങ് ഇൻട്രസ്റ്റ് ഓഫ് റിച്ചസ്. നമുക്ക് ഏവർക്കും അത് വരാം. റിച്ചസ് ഡു നോട്ട് സാറ്റിസ്ഫൈ. ധനത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരിക്കലും തൃപ്തി വരികയില്ല. ധനസമ്പാദനത്തിൽ ഒരാൾക്കും സാധാരണ തൃപ്തി വരികയില്ല. ആൻഡ് വി ഫൂളിഷ്ലി തിങ്ക് ദാറ്റ് സിംപ്ലി മോർ റിച്ചസ് വിൽ ബ്രിങ് സാറ്റിസ്ഫാക്ഷൻ. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, കൂടുതൽ പണമുണ്ടായാൽ കൂടുതൽ തൃപ്തി ഉണ്ടാകും, കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പിന്നീട് വായിക്കാൻ വേണ്ടി എഴുതി വെക്കുക എക്ലീസിയാസ്റ്റസ് 1:8, സഭാപ്രസംഗി 1:8 and 5:10, സഭാപ്രസംഗി 5:10. ഇത് പിന്നീട് വായിച്ചാൽ മതി. വിത്ത് റിച്ചസ് കം ദ പ്രീ ഒക്യുപ്പേഷൻ വിത്ത് ദം, how to use, how to maintain, how to store. പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? ഇതെങ്ങനെ കൈമോശം വരാതിരിക്കാം, പണം എങ്ങനെ പോകാതിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. കുറേ കാശ് കയ്യിൽ വന്നു, എന്താ സംഭവിക്കുന്നത്? പിന്നീട് എങ്ങനെ ഈ പണത്തെ സംരക്ഷിക്കാം, അതിൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കണം, എങ്ങനെയല്ല അത് ഉപയോഗിക്കണം, എങ്ങനെ അത് നിലനിർത്തണം, എവിടെ സൂക്ഷിക്കണം, എവിടെ നിക്ഷേപിക്കണം. ഈ ബാങ്കിലിടണോ, കൂടുതൽ പലിശ കിട്ടുന്ന വേറൊരു ബാങ്കുണ്ടോ, ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നിക്ഷേപിക്കണോ, ഇതെല്ലാം കൂടി അലമാരയിൽ കൊണ്ടുപോയി പൂട്ടി വെച്ചാൽ മതിയോ, പൂട്ടി വെച്ചാൽ തന്നെ അത് ആരെങ്കിലും കൊണ്ടുപോകും. അത് സേഫ് ആക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ എത്രയുണ്ട്, ഇനി എത്ര ചിലവ് ആവശ്യമുണ്ടായിരിക്കും, എങ്ങനെയാണ് ചിലവാക്കേണ്ടത് തുടങ്ങി കുറേ ചിന്തകൾ തലയിലേക്ക് വരും. പൈസ ഇല്ലാത്തവരുടെ ചിന്ത വേറെയാണ്, എങ്ങനെ ജീവിക്കും, നാളെ എങ്ങനെയായിരിക്കും, ഇങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ കാശുള്ള ഒരാളെ സംബന്ധിച്ചോളം ഇതെങ്ങനെ നഷ്ടപ്പെടാതെ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഉപയോഗിക്കാനും പിന്നെ പിള്ളേരുടെ കാലത്ത് അവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്ത വരും. അങ്ങനെ പല മനുഷ്യരുടെയും ഹൃദയം പലപ്പോഴും 24 മണിക്കൂറിൽ അധിക സമയം ദൈവത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഉള്ള കാശ് പോകാതിരിക്കാൻ എന്ത് ചെയ്യാം. ഇതുപോലുള്ള ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രീ ഒക്യുപ്പേഷൻ നമ്മുടെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. നമ്പർ 2, ദ ഡിസീറ്റ്ഫുൾ പ്രോമിസസ് ഓഫ് റിച്ചസ്. എന്ന് വെച്ചാൽ ധനത്തിൻ്റെ ചതിവായുള്ള വാഗ്ദത്തങ്ങൾ. പണം പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. ജീസസ് വാണ്ട് അബൌട്ട് ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്. ധനത്തിൻ്റെ വഞ്ചന എന്നൊരു പ്രയോഗം മത്തായി 13:22 നമ്മൾ കണ്ടു. മാത്യു 13:22. ജീസസ് വാണ്ട് അബൌട്ട് ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്. എല്ലാവരും എന്ന് പറഞ്ഞ ധനത്തിൻ്റെ വഞ്ചന. അപ്പോൾ ധനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ചതിക്കാൻ കഴിയും, മനുഷ്യരെ വഞ്ചിക്കാൻ കഴിയും. കാരണം റിച്ചസ് പ്രോമിസ് മച്ച്. ധനത്തിന് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകാൻ കഴിയും, ബട്ട് റിയലി ഓഫർ ലിറ്റിൽ ഇൻ റിട്ടേൺ. എന്നാൽ വിചാരിച്ചതുപോലെ പ്രതീക്ഷിച്ച പോലെ ഒന്നും തിരിച്ചു വരികയുമില്ല. ദേ കൻ ഈസിലി ഡിസപ്പിയർ, റസ്റ്റ് ഓർ ബി സ്റ്റോളൻ. പണത്തിന് വേറൊരു പ്രത്യേകതയുള്ളത്,
വളരെ പെട്ടെന്ന് കാശ് കയ്യിൽ നിന്ന് പോകാം. ഇന്നത്തെ ധനവാൻ നാളെ ദരിദ്രനാകാം. ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവൻ പണവും പോകാം. അങ്ങനൊരു ചതി പലപ്പോഴും പലർക്കും പറ്റാറുണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട്. എന്നിട്ട് മത്തായി 6:19 നമ്മൾ കണ്ടത്, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും പുഴുക്കൾ അരിക്കുകയും, അല്ല പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. അതാണ് നേരത്തെ പറഞ്ഞത്. പൈസ അല്ലെങ്കിൽ പണത്തിന് പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ കഴിയും, കയ്യിൽ നിന്ന് പറന്നു പോകാൻ കഴിയും. മാത്രമല്ല, ധനത്തിന് ഒരിക്കലും രക്ഷ നൽകാൻ കഴിയില്ല. റിച്ചസ് കനോട്ട് ബൈ വൺ സാൽവേഷൻ. കാശുള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 49, 6 മുതൽ 9 വരെ. Psalm 49, 6-9 and verse number 16-20. അതേ സങ്കീർത്തനത്തിൽ 16 മുതൽ 20 വരെ. മറ്റൊന്ന്, riches cannot protect us from God's wrath. ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ധനത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. ദൈവം കോപിക്കുകയാണ്, അതുകൊണ്ട് കുറേ കാശ് എടുത്തിട്ട് ദൈവവേലയ്ക്ക് കൊടുക്കാം. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടണമെന്നില്ല. ഉള്ളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇന്നത്തെ കാലത്താണെങ്കിൽ യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ ഒരാൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. Riches can deceive one into thinking they are in need of nothing. The parable of the rich fool illustrates the folly of such thinking. മറ്റൊരു പ്രത്യേകത, പൈസ ഉള്ളവർക്ക് ഒന്നിനും കുറവില്ലല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല, ബ്ലെസ്സിങ് സെൻറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചിന്ത വരാം. നമുക്ക് എന്താ കുഴപ്പമുള്ളത്? എല്ലാം ഉണ്ട്, ആവശ്യത്തിനെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്, അങ്ങ് സൂക്ഷിച്ച് ജീവിക്കുക. എന്നാൽ പൈസയുടെ ആവശ്യമുള്ളവരെ സംബന്ധിച്ചോളം ആ പൈസയുടെ ആവശ്യം കൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് വരും. കടമുണ്ട്, ലോണുണ്ട്, ജപ്തി വന്ന് നിൽക്കുന്നു, അതുകൊണ്ട് കൃത്യമായി പ്രാർത്ഥനയ്ക്ക് പോയേ കഴിയും. ധനവാന് പ്രാർത്ഥിക്കുവാനുള്ള ആവശ്യകത കുറവായി തോന്നാം. ഇതാണ് അടുത്തൊരു കാര്യം. നമ്പർ 3, ദ പ്രൈഡ് ഓഫ് റിച്ചസ്. ധനം പലരെയും അഹങ്കാരികളാക്കും. ദ പ്രൈഡ് ഓഫ് റിച്ചസ്, ധനത്തിൽ നിന്നുളവാകുന്ന അഹങ്കാരം. വെൽത്ത് ടെൻസ് ടു പ്രൊമോട്ട് എ സെൻസ് ഓഫ് ആരഗൻസ് ആൻഡ് പ്രൈഡ്. പലപ്പോഴും പലർക്കും പണം വരുമ്പോൾ അഹങ്കാരം ഒപ്പം ഉള്ളിൽ വരാറുണ്ട്. ആവർത്തന പുസ്തകം 8, 11 മുതൽ 17 വരെ. ഡ്യൂട്രോണമി 8, 11-17 എഴുതി വെച്ചാൽ മതി. It was such pride that was the downfall of Sodom and Israel. ഇസ്രായേലിനത് സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യം, സോദോമിനത് സംഭവിച്ചിട്ടുണ്ട്. Blinded by such pride, one will not seek God. ഇങ്ങനൊരു അഹങ്കാരം അകത്ത് കയറി പിടിച്ചാൽ അങ്ങനെയുള്ളവർ ദൈവമുഖം ഒരിക്കലും അന്വേഷിക്കുകയില്ല. അതാണ് ഒരു കാര്യം. നമ്പർ 4, സെൽഫിഷ്നെസ് ഓഫ് റിച്ചസ്. ധനത്തിൻ്റെ സ്വാർത്ഥത. ധനം നമ്മെ സ്വാർത്ഥരാക്കാം. ഉദാഹരണത്തിന്, the wealthy, while in a position to help others, often close up their hearts to the cry of the poor. പലപ്പോഴും കാശുള്ള ഒരാൾ ദരിദ്രരുടെ നിലവിളിക്ക് നേരെ അവരുടെ കാതുകളെ കൊട്ടിയടയ്ക്കും. പലപ്പോഴും ആവശ്യത്തിലിരിക്കുന്നവർ സഹായത്തിന് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ ഹൃദയത്തെ അടച്ചു കളയുന്നു. അല്ലെങ്കിൽ കാശ് പോകാതിരിക്കാൻ ദരിദ്രരുടെ നിലവിളി കേൾക്കാതിരിക്കുന്നു. ഇതും ഇസ്രായേലിൻ്റെ ഒരു പാപമായി പറഞ്ഞിട്ടുണ്ട്. ദിസ് വാസ് വൺ ഓഫ് ഇസ്രായേൽ സിൻസ്. ആമോസ് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 6. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും. ഇത് കൂടാതെ ധനവാന്മാർ ദരിദ്രരെ പീഡിപ്പിക്കാറുണ്ട്, അവരെ ചൂഷണം ചെയ്യാറുണ്ട്. കാശുള്ളൊരു മുതലാളിക്ക് തൻ്റെ കീഴിലുള്ള തൊഴിലാളികളെ ഒത്തിരി പീഡിപ്പിക്കാൻ കഴിയും. അവരെ ചൂഷണം ചെയ്ത് മാൻ പവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടുവരാൻ കഴിയും. അതും ഇതിൻ്റെ ഒരു ചതിവാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, certainly not all who are rich are guilty of such things. എന്നാൽ എല്ലാ ധനികന്മാരും ഇങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാമോ? നോ. വളരെ ദൈവിക ജ്ഞാനത്തോടുകൂടെ തങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ദൈവിക നന്മകളെ, ധനത്തെ
കൃത്യമായി കൈകാര്യം ചെയ്ത് അതിലൂടെ ദൈവത്തെയും മനുഷ്യരെയും സേവിക്കുന്ന എത്രയോ പേരുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതല്ല ഇത് എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് പഴയ നിയമത്തിലാണെങ്കിൽ ഇയ്യോബ് ആ ദേശത്തെ ഏറ്റവും ധനികനായിരുന്നു. അബ്രഹാം ദരിദ്രവാസിയൊന്നും ആയിരുന്നില്ല. ദേശത്തെ സമ്പത്ത് മുഴുവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്നു. രാജാക്കന്മാരോട് പോലും നിലവാരം നിലനിർത്തക്ക രീതിയിലുള്ള സമ്പത്ത് അബ്രഹാമിനുണ്ടായിരുന്നു. ഇസഹാക്കോ ബഹുസമ്പന്നനായിരുന്നു. ജോസഫ് ബഹുസമ്പന്നനായിരുന്നു. ദാവീദ് വലിയ പണക്കാരനായിരുന്നു. സോളമൻ്റെ കാര്യം പറയാൻ വേണ്ട, അതുപോലെ കാശുള്ള വേറൊരാളുണ്ടായിരുന്നില്ല. സോളമൻ. ബർണബാസ് വലിയ ധനികനായിരുന്നു. പൗലോസിനെ മെൻറ്റർ ചെയ്ത ബർണബാസ് വലിയ ധനികനായിരുന്നു. പക്ഷെ കുറേ വിറ്റ് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചതായിട്ട് അപ്പസ്തോല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. ഫിലമോൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒനേസിമോസിൻ്റെ ബോസ് ആരായിരുന്നു? ഫിലമോൻ. ഭയങ്കര ധനികനായിരുന്നു. ഒരു സ്ത്രീയെ നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളിൽ കാണുന്നുണ്ട്. ലുദിയ. രക്താംബരം വിൽക്കുന്ന വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു, ധനികയായിരുന്നു. അപ്പസ്തോലന്മാർ പോകുമ്പോൾ അവളോട് സുവിശേഷം പറഞ്ഞു. ലുദിയയുടെ ഹൃദയം തുറന്നു. അങ്ങനെ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. വലിയ പണക്കാരിയായിരുന്നു. ഇവരെല്ലാം കർത്താവ് ഉപയോഗിച്ചു. കാരണം എന്താ? കയ്യിലുള്ള പണത്തെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിച്ചു. ഇവിടുത്തെ മെയിൻ കാര്യം എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്ത് മനോനിലയോടുകൂടിയാണ് നമ്മൾ, അല്ലെങ്കിൽ എന്ത് ഭാവത്തിലാണ്, മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ പണത്തെ കാണുന്നത്, ദൈവത്തെ കാണുന്നത്? ഈ ഭൂമിയിലെ സകല ധനവും കയ്യിൽ വന്നാലും രക്ഷപ്പെടാം. എന്ത് ചെയ്താൽ മതി? അതിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചാൽ മതി. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ കാശ് വരുന്നത് തെറ്റല്ല, പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ടും തെറ്റല്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തെ സേവിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഈ ധനവാൻ്റെ ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ യൂണിവേഴ്സലി എല്ലാവരും വിറ്റ് യേശുവിൻ്റെ പുറകെ, യേശുവിനെ അനുഗമിക്കാൻ എല്ലാവരും എല്ലാം വിൽക്കണം എന്നല്ല എൻ്റെ അർത്ഥം. സമാധാനമായ ഒരു ഹല്ലേലൂയ പറ. കുറേ പേർക്കെങ്കിലും സമാധാനമായി. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ചേർന്ന് പറയും, കർത്താവേ, ദൈവവചനത്തിനായി നന്ദി. പണത്തേക്കാൾ ഉപരി ദൈവം തന്നിട്ടുള്ള ഭൗതിക നന്മകളേക്കാൾ ഉപരി അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങയെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. എന്നെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവ്, ഈ സമയത്ത് ഓൺലൈനിൽ സംബന്ധിക്കുന്ന സകലർക്കുമായി പ്രാർത്ഥിക്കുന്ന ഈ വചനം അവരെയും ശുശ്രൂഷിക്കുന്നല്ലോ. ആരെങ്കിലും ഈ സമയത്ത് രോഗികളെങ്കിൽ അവർ സൗഖ്യമാകട്ടെ. നട്ടലിനുള്ള ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ആരൊക്കെയോ സൗഖ്യമാകുന്നു നട്ടലിൻ്റെ പ്രയാസങ്ങൾ. മറ്റൊന്ന്, വായുടെ അകത്തുള്ള ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കൂടെ തല ചുറ്റി ഇരുട്ട് കയറി വീഴുന്നൊരു വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ പ്രഭാതത്തിൽ രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ്മ രോഗനിമിത്തം ഇന്നലെ രാത്രി പോലും ഉറങ്ങാൻ കഴിയാതിരുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ എന്തോ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നൊരു വ്യക്തി പൂർണ്ണ സൗഖ്യം കർത്താവിനെ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും, കർത്താവെ പുറത്തും ഈ സമയത്ത് ഈ ബൈബിൾ സ്റ്റഡിയിൽ സംബന്ധിച്ച് സകലരെയും കർത്താവെ നീ അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.